ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് അമ്മ വീണ്ടും തൻ്റെ മകൾക്കരികിലേക്ക് എത്തുന്നു. അവന്തികയുമായിട്ടുള്ള തൻ്റെ സൗഹൃദത്തെ അത് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അർച്ചന അവന്തികയെ കാണുവാനായി വീട്ടിലേക്ക് എത്തുമ്പോൾ അപ്രതീക്ഷിതമായി ചിപ്പിമോള് അർച്ചനയ്ക്കരികിലേക്ക് ഓടിയെത്തുന്നു. മകളെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്ത് ആ അമ്മ മകളെ ആവോളം സ്നേഹിക്കുമ്പോൾ ഇതിനെല്ലാം സാക്ഷിയായി നിൽക്കുന്ന വളർത്തമ്മയായ അവന്തികയ്ക്ക് അതൊട്ടും ഇഷ്ടപ്പെടാതെ പോവുകയാണ്. അവന്തിക അവർക്കുള്ള ചായ എടുക്കാനായി പോയപ്പോൾ തൻ്റെ അരികിലിരുന്ന് സ്നേഹത്തോടെ ഭക്ഷണം മൂട്ടാനായി അരികിൽ ഇരുന്നുകൊണ്ട് ചിപ്പിമോള് അർച്ചനയോട് ആവശ്യപ്പെടുമ്പോൾ അർച്ചന അതിന് തയ്യാറാകുന്നു. ഒടുവിൽ ഡൈനിങ് ടേബിളിൽ ഉണ്ടായിരുന്ന ഭക്ഷണമെടുത്ത് അർച്ചന ചിപ്പിമോൾക്ക് സ്നേഹത്തോടെ നൽകുന്നത് കണ്ട് ദേഷ്യത്തോടെ അവിടേക്ക് എത്തുന്ന അവന്തികയുടെ മനസ്സിൽ അർച്ചനയോടുള്ള പക ഇരട്ടിയാകുന്നു. തൻ്റെ മകളെ എന്തിന് ഇവളിങ്ങനെ ഇത്രത്തോളം സ്നേഹിക്കണമെന്നും തൻ്റെ മകളോട് എന്തിന് ഇവൾ ഇത്രത്തോളം അടുപ്പം കാണിക്കുന്നു, എന്നേക്കാളേറെ എന്തിനാണ് ഇവൾ എൻ്റെ മോളെ സ്നേഹിക്കുന്നത് എന്നൊക്കെ ദേഷ്യത്തോടെ അവന്തിക ചിന്തിച്ചു നിൽക്കുമ്പോൾ ഇത് കണ്ട് മനസ്സിലാക്കുന്ന ചിപ്പിമോള് ഇക്കാര്യം അർച്ചനയോട് പങ്കുവെക്കുകയാണ്. സമ്പ്രദാന്റി എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നത്, എന്നെ മറ്റാരും അധികം സ്നേഹിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല, അമ്മയ്ക്ക് അതൊട്ടും ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും അടക്കം ചിരിക്കുമ്പോൾ അത് കണ്ട അവന്തികയുടെ മനസ്സിൽ അർച്ചനയെ കൊല്ലുവാനുള്ള പക ഉണ്ടാകുന്നു. അപ്പോഴും അർച്ചനയുടെ മനസ്സിൽ അർച്ചനയുടെ ആ ഉൾബോധത്തിൽ ഇപ്പോഴും അർച്ചന എന്നുള്ള സത്യം സമ്പ്രദയായിട്ട് ഇപ്പോൾ ജീവിക്കുന്ന അർച്ചനയുടെ മനസ്സിൽ തൻ്റെ പാസ്റ്റ് ഇപ്പോഴും ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്നും അവളുടെ ഉള്ളിൽ ആ പഴയ ഓർമ്മകൾ ഉണ്ടോ എന്നും തിരിച്ചറിയുന്നതിനായിട്ട് അവന്തിക പുതിയൊരു നാടകം നടത്തുകയാണ്. അർച്ചന മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് അർച്ചനയെ പിന്തുടർന്ന് കുറച്ച് ഗുണ്ടകളെ പറഞ്ഞയച്ചിട്ട് അർച്ചനയുടെ കഴുത്തിൽ കിടക്കുന്ന താലിമാല പൊട്ടിച്ചെറിയുന്ന ആ ഒരു രംഗം ക്രിയേറ്റ് ചെയ്യാനായി അറിയിച്ചു. അർച്ചനയുടെ കഴുത്തിൽ കിടക്കുന്ന മാല മോഷ്ടിച്ചുകൊണ്ട് പോകാനായി ഒരു ഗുണ്ടയ്ക്ക് നിർദ്ദേശം നൽകിയതും അയാൾ മനഃപൂർവ്വം പച്ചക്കറിയെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന അർച്ചനയ്ക്കരികിലേക്ക് എത്തി അർച്ചനയെ തട്ടി വീഴ്ത്താൻ ശ്രമിച്ചതോടൊപ്പം തന്നെ അർച്ചനയുടെ കഴുത്തിൽ നിന്ന് ആ മാല പൊട്ടിച്ചെടുത്ത് ഓടുമ്പോൾ അർച്ചന പിന്തുടർന്ന് അയാളെ പിടികൂടാൻ ശ്രമിക്കുമ്പോൾ അവിടെയുള്ള ബാസ്ക്കറ്റുകളിൽ തപ്പിത്തടഞ്ഞ് അർച്ചന നിലത്തേക്ക് വീഴുന്നു. എന്നാൽ കള്ളൻ എന്ന് പറഞ്ഞ് ഉറക്കം നിലവിളിച്ചുകൊണ്ട് തൻ്റെ മാല എന്ന് പറഞ്ഞ് പിന്നാലെ ഓടുന്ന അർച്ചനയുടെ ആ ശബ്ദം ദൂരെ നിന്ന് ടാക്സി ഡ്രൈവറായ സച്ചി കേൾക്കാനിടയാവുന്നു. സച്ചി ഉടൻ തന്നെ അവിടെ എന്തോ അരുതാത്തത് സംഭവിച്ചു എന്ന് തിരിച്ചറിഞ്ഞ് ഓടിയെത്തുന്ന സച്ചി മാലയുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആ മോഷ്ടാവിന്റെ മുന്നിലേക്കാണ് സച്ചി എത്തുന്നത്. സച്ചി അയാളെ കണ്ടതും തിരിച്ചറിഞ്ഞതും ആ നിമിഷം തന്നെ അയാളെ പിടികൂടാനുള്ള ശ്രമം സച്ചിയും തുടങ്ങി. അങ്ങനെ സച്ചി അയാളെ പിന്തുടർന്ന് അടിച്ചു വീഴ്ത്തുകയും അയാളുടെ കയ്യിൽ നിന്ന് കിട്ടിയ താലിമാല സച്ചി ഭദ്രമായി തൻ്റെ കയ്യിൽ സുരക്ഷിതമായി പിടിച്ചു. എന്നിട്ട് അതുമായി നേരെ മാർക്കറ്റിനരികിലേക്ക് നടന്നെടുക്കുമ്പോൾ സച്ചിയെ ദൂരെ നിന്ന് കാണുന്ന അർച്ചന തൻ്റെ കയ്യിലേക്ക് ആ മാല തരാൻ വരുന്ന വ്യക്തിയെ, തൻ്റെ സച്ചിയേട്ടനെ ഒരു മിന്നായം പോലെ അർച്ചന കാണുന്നു. എന്നിട്ടും അർച്ചനയുടെ മനസ്സിലേക്ക് ആ പഴയ കഥകൾ, ആ പഴയ ഓർമ്മകൾ ഓടി വരാതെ പോകുന്നത് ദൂരെ നിന്ന് അവന്തിക കൃത്യമായി വീക്ഷിക്കുന്നു. സച്ചിയെ കണ്ടിട്ടും അർച്ചനയ്ക്ക് സച്ചിയെ തിരിച്ചറിയാൻ കഴിയാതായതോടെ അവന്തിക സന്തോഷിച്ചു. ഉടനെ സച്ചിയുടെ കയ്യിൽ നിന്ന് ആ മാല എത്രയും പെട്ടെന്ന് അർച്ചനയുടെ കയ്യിലേക്ക് എത്തിക്കാൻ മറ്റൊരാളെ സച്ചിക്കരികിലേക്ക് പറഞ്ഞയക്കുകയാണ്. സച്ചി നേരിട്ട് അർച്ചനയെ കണ്ടാൽ അർച്ചനയെ തിരിച്ചറിയുമെന്നും അതുകൊണ്ട് ഒരു കാരണവശാലും സച്ചി അർച്ചനയെ കാണാൻ പാടില്ല എന്നതിനാൽ അവന്തിക താൻ പറഞ്ഞയച്ചയാളോട് ആ സ്വർണ്ണമാല വാങ്ങിക്കാനായി അറിയിച്ചു. അങ്ങനെ സച്ചിയിൽ നിന്ന് ആ മാലയും വാങ്ങി അയാൾ അവന്തികയുടെയും അർച്ചനയുടെയും അരികിലേക്കായി എത്തിച്ചേരുന്നു.